Hello friends, welcome to Nisha Science Tips. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SSLC കെമിസ്ട്രി ടെക്സ്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി എന്ന പാഠഭാഗത്തു നിന്നുള്ള ഗാൽവനിക് സെൽ എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എന്തായിരുന്നു റിയാക്ടിവിറ്റി സീരീസ്? ലോഹങ്ങളെ അവയുടെ റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ഒരു പ്രത്യേക ക്രമത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ശ്രേണി അഥവാ സീരീസിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് അറിയപ്പെടുന്നത്. റിയാക്ടിവിറ്റി സീരീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മളിവിടെ ഗാൽവനിക് സെല്ല് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗാൽവനിക് സെൽ. അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഏത് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നത്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായുണ്ട്. വ്യത്യസ്തമായ ലോഹങ്ങൾ ഉപയോഗിച്ചിട്ട് ഗാൽവനിക് സെല്ല് നിർമ്മിക്കാൻ സാധിക്കും. എന്താണ് ഗാൽവനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ? ഒരു ഗാൽവനിക് സെൽ എന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. എങ്ങനെയാണ് അവിടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നത്? റിഡോക്സ് റിയാക്ഷന്റെ പ്രവർത്തന ഫലമായാണ് ഗാൽവനിക് സെൽ അഥവാ വോൾട്ടായിക് സെല്ലിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നത്. ഗാൽവനിക് സെൽ or voltaic cell is an arrangement in which chemical energy is converted into electrical energy by means of redox reaction. എന്താണ് റിഡോക്സ് റിയാക്ഷൻ? ഓക്സിഡേഷൻ പ്രോസസ്സും റിഡക്ഷൻ പ്രോസസ്സും സെയിം റിയാക്ഷനിൽ തന്നെ വരികയാണെങ്കിൽ അത്തരം റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അല്ലെങ്കിൽ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ രാസപ്രവർത്തനത്തിൽ തന്നെ സംഭവിക്കുന്നുവെങ്കിൽ അത്തരം രാസപ്രക്രിയകളെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ്. വ്യത്യസ്ത ലോഹങ്ങളെ ഉപയോഗപ്പെടുത്തി ഗാൽവനിക് സെൽ നിർമ്മിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്ന പിക്ചറിൽ സിങ്കും കോപ്പറും ആണ് ഗാൽവനിക് സെൽ നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സിങ്ക് റോഡിനെ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. ഒരു കോപ്പർ റോഡിനെ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. രണ്ട് ബീക്കറുകൾ കാണാം. ഒന്നിലുള്ളത് സിങ്ക് സൾഫേറ്റ്, മറ്റൊന്നിലുള്ളത് കോപ്പർ സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നത് സിങ്ക് റോഡാണ്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നത് കോപ്പർ റോഡാണ്. മറ്റെന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണുള്ളതെന്ന് നോക്കൂ. ഈ സിങ്ക് റോഡും കോപ്പർ റോഡും ഒരു വോൾട്ട് മീറ്ററുമായി കണക്ട് ചെയ്തിരിക്കുന്നു. വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്നത് സിങ്ക് റോഡിനെയാണ്. പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കോപ്പർ റോഡിനെയാണ്. എന്താണ് ഈ അറേഞ്ച്മെന്റിൽ വോൾട്ട് മീറ്ററിന്റെ പ്രാധാന്യം? ഇവിടെ ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രമാത്രമാണ് എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വോൾട്ട് മീറ്റർ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമുക്കിവിടെ കാണാം. സോൾട്ട് ബ്രിഡ്ജ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ബീക്കറുകളിലെയും സൊല്യൂഷനുകളെ അല്ലെങ്കിൽ ലായനികളെ ഈ സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഒരു സോൾട്ട് ബ്രിഡ്ജ്? ജെലാറ്റിൻ അല്ലെങ്കിൽ അഗാർ അഗാർ ജെൽ പോലെയുള്ള പദാർത്ഥങ്ങളെ പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് ഒക്കെയായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഒരു യു ഷേപ്ഡ് ട്യൂബിൽ നിറച്ചിരിക്കുന്ന സംവിധാനത്തിനെ പറയുന്ന പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജിന്റെ അഭാവത്തിൽ ഒരു ഫിൽട്ടർ പേപ്പറിനെ KCl ലായനിയിൽ മുക്കിയ ശേഷം സോൾട്ട് ബ്രിഡ്ജ് പോലെ തന്നെ അറേഞ്ച് ചെയ്തും ഈ പരീക്ഷണം നടത്താവുന്നതാണ്. ഇനി എന്താണ് സോൾട്ട് ബ്രിഡ്ജിന്റെ പ്രാധാന്യം? ഇങ്ങനെ ഒരു ഗാൽവനിക് സെല്ലിൽ എന്താണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇറ്റ് കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട് ബൈ ട്രാൻസ്ഫർ ഓഫ് അയോൺസ്. അയോണുകളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഈ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ സോൾട്ട് ബ്രിഡ്ജ് ആണ്. പിന്നെന്ത് ചെയ്യും? മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദി സെൽ. സെല്ലിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നിലനിർത്തുന്നതും സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക. എന്തൊക്കെയാണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ജോലികൾ? ഇറ്റ് കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട് ബൈ ട്രാൻസ്ഫർ ഓഫ് അയോൺസ്. അയോണുകളെ ട്രാൻസ്ഫർ ചെയ്യുകയും ആ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സെല്ലിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ രണ്ട് ധർമ്മങ്ങളാണ് സോൾട്ട് ബ്രിഡ്ജ് ചെയ്യുന്നത്. സോൾട്ട് ബ്രിഡ്ജ് അല്ലെങ്കിൽ KCl ലായനിയിൽ മുക്കിയ ഫിൽട്ടർ പേപ്പർ കൊണ്ട് ഈ ഗാൽവനിക് സെല്ലിൽ ഉള്ള ധർമ്മം എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ്സ് ആണ്. ഓർത്തു വെക്കുക. ഇത്രയുമൊക്കെയാണ് ഒരു ഗാൽവനിക് സെല്ലിന്റെ അറേഞ്ച്മെന്റ്. രണ്ട് ബീക്കേഴ്സ്,
ഒന്നിൽ സിങ്ക് സൾഫേറ്റ് എടുത്തിരിക്കുന്നു, മറ്റൊന്നിൽ കോപ്പർ സൾഫേറ്റ് എടുത്തിരിക്കുന്നു. സിങ്ക് സൾഫേറ്റ് ലായനിയിൽ സിങ്ക് റോഡ് മുക്കി വെച്ചിരിക്കുന്നു, കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ റോഡ് മുക്കി വെച്ചിരിക്കുന്നു. രണ്ട് ബീക്കറിലെയും ലായനികളെ ഒരു സോൾട്ട് ബ്രിഡ്ജ് മുഖേന പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. സിങ്ക് റോഡിനെ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും കോപ്പർ റോഡിനെ പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ച റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സിങ്കിന്റെയും കോപ്പറിന്റെയും സ്ഥാനം എവിടെയാണെന്ന് നോക്കൂ. കോപ്പറിനേക്കാൾ മുകളിലാണ് സിങ്കിന്റെ പൊസിഷൻ അല്ലേ? അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മുകളിൽ വരുന്ന ലോഹങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകളായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കും. അവയ്ക്ക് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, ഓക്സിഡേഷൻ സംഭവിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗാൽവനിക് സെല്ലിൽ ഇവിടെ നമ്മൾ സിങ്കും കോപ്പറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. റിയാക്ടിവിറ്റി സീരീസിൽ കോപ്പറിനേക്കാൾ മുകളിലാണ് സിങ്ക് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് റിയാക്ടിവിറ്റി കോപ്പറിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ? അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ അല്ലെങ്കിൽ ക്രിയാശീലത കൂടിയ സിങ്കിന് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ സ്വതന്ത്രമാക്കാൻ ഉള്ള കഴിവുണ്ട്. സിങ്ക് 2 ഇലക്ട്രോണുകളെ വീതം സ്വതന്ത്രമാക്കും. ഈ ഇലക്ട്രോണുകൾ എവിടേക്ക് പോകും? കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് പോകും. നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ 2 സൊല്യൂഷനുകൾ തമ്മിൽ. അതുവഴി അയോണുകൾ എവിടേക്ക് എത്തും? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ എത്തും. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ അയോണുകൾ Cu2+ അയോണുകളും SO4 അയോണുകളുമാണ് ഉള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവിടെയുള്ള Cu2+ അയോണുകൾ ഈ വരുന്ന ഇലക്ട്രോണുകളെ സ്വന്തമാക്കുകയും കോപ്പർ ആറ്റങ്ങളായി മാറി കോപ്പർ റോഡിൽ പോയി പറ്റിപ്പിടിക്കുകയും ചെയ്യും. കോപ്പർ അയോണുകൾ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റങ്ങളായി മാറും. സിങ്ക് റോഡ് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കുകയാണ് അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോപ്പർ എന്താണ് ചെയ്യുന്നത്? കോപ്പർ ഈ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് റിഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സിങ്ക് ധാരാളം ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് നെഗറ്റീവ് ചാർജ് അധികമായി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സിങ്കിന് നെഗറ്റീവ് ചാർജാണ് അവിടെ കിട്ടുന്നത്. സിങ്ക് റോഡാണ് ഇവിടെ ആനോഡായി പ്രവർത്തിക്കുന്നത്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു ആനോഡായി പ്രവർത്തിക്കുന്നത് എപ്പോഴും റിയാക്ടിവിറ്റി കൂടുതലുള്ള ലോഹം ആയിരിക്കും. ഇവിടെ ആനോഡായി പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഓക്സിഡേഷൻ പ്രോസസ് നടന്നത് ആർക്കാണ്? സിങ്കിലാണ്. കോപ്പർ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത് കൊണ്ട് കോപ്പറിന് സംഭവിച്ചത് റിഡക്ഷൻ ആണ്. അവിടെ കോപ്പർ കാഥോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ധാരാളം ഇലക്ട്രോണുകൾ വരുന്നതിനെ എല്ലാം സ്വീകരിക്കാനുള്ള കഴിവ്, ധാരാളം പോസിറ്റീവ് ചാർജ് അവിടെ ഉള്ളത് കൊണ്ട് കോപ്പർ പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. സിങ്ക് നെഗറ്റീവും കോപ്പർ പോസിറ്റീവും. അപ്പോൾ ഇലക്ട്രോണുകളുടെ ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ഒഴുക്ക് എവിടെ നിന്ന് എവിടേക്കായിരിക്കും? നമുക്കറിയാം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും ഇലക്ട്രോണുകൾ പോകുന്നത്, അല്ലെങ്കിൽ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കായിരിക്കും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുക. സിങ്ക് ഹാസ് ഹയർ റിയാക്ടിവിറ്റി ദാൻ കോപ്പർ. കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലത കൂടുതലുള്ളത് സിങ്കിനാണ്. വിച്ച് ഇലക്ട്രോഡ് ഹാസ് ദ എബിലിറ്റി ടു ഡൊണേറ്റ് ഇലക്ട്രോൺസ് ഇൻ എ സെൽ കൺസ്ട്രക്റ്റഡ് യൂസിങ് സിങ്ക് ആൻഡ് കോപ്പർ. ഏത് ഇലക്ട്രോഡിനാണ് ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുള്ളത്? സിങ്കിനാണ്. അവിടുത്തെ ഇക്വേഷൻ നോക്കുക. സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Zn2+ ആയി മാറുന്നു. Zn gives Zn2+ plus 2 electrons. അവിടെ നടന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രവർത്തനം എന്താണ്? Which reaction takes place here? Yes, oxidation. An electrode at which oxidation occurs is called anode. ഓക്സിഡേഷൻ പ്രോസസ് നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് നടക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ അതിനെ വിളിക്കുന്ന പേരാണ് ആനോഡ്. വിച്ച് ഇലക്ട്രോഡ് ക്യാൻ ഗെയിൻ ഇലക്ട്രോൺസ്? ഏത് ഇലക്ട്രോഡിനാണ് ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ കഴിവുള്ളത്? കോപ്പർ. എവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്താണെന്ന് നോക്കൂ. Cu2+ plus 2 ഇലക്ട്രോൺസ്. കോപ്പർ അയോൺ Cu2+ എന്ന് പറയുന്ന കോപ്പർ അയോൺ 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും Cu ആയി മാറുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ കോപ്പർ ആറ്റമായി മാറുകയും ചെയ്യുന്നു. Which reaction takes place here? ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന റിയാക്ഷന് പറയുന്ന പേരെന്താണ്?
Reduction. An electrode at which reduction occurs is called cathode. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ നിരോക്സീകരണം നടക്കുന്ന പ്രക്രിയ, റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ പറയുന്ന പേരാണ് കാഥോഡ്. ആനോഡിന് കിട്ടുന്ന ചാർജ് ഏതായിരിക്കും? ആനോഡ് അറ്റൈൻസ് നെഗറ്റീവ് ചാർജ്. നമ്മൾ കണ്ടു സിങ്ക് റോഡിന് നെഗറ്റീവ് ചാർജ് ആണ് കിട്ടിയത്. കാഥോഡ് ഗെറ്റ് പോസിറ്റീവ് ചാർജ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായത്. ആനോഡിന് നെഗറ്റീവ് ചാർജ് കിട്ടി, കാഥോഡിന് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടിയത്. സിങ്കിലും കോപ്പറിലും നടന്ന പ്രവർത്തനങ്ങളുടെ ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. സിങ്ക് ഇലക്ട്രോഡിൽ Zn സിങ്ക് ആറ്റം എന്ത് സംഭവിച്ചു? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Zn2+ ആയി മാറി. കോപ്പർ ഇലക്ട്രോഡിലോ Cu2+ എന്ന് പറയുന്ന കോപ്പർ അയോൺ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറി. ഇനി ഓക്സിഡേഷന്റെയും റിഡക്ഷന്റെയും ഇക്വേഷൻ ഒന്നിച്ചെഴുതാൻ ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? Zn plus Cu2+ gives Zn2+ plus Cu. സിങ്ക് ആറ്റം ആയിരുന്നു, അത് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. അപ്പോൾ കോപ്പർ അയോൺ എന്ത് ചെയ്തു? 2 ഇലക്ട്രോണുകളുടെ കുറവുണ്ടായിരുന്ന കോപ്പർ അയോൺ എന്ത് ചെയ്തു? ആ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചു. അങ്ങനെ Zn എന്ന് പറയുന്ന ആറ്റം Zn2+ എന്ന് പറയുന്ന അയോണായി, Cu2+ എന്ന് പറയുന്ന അയോൺ Cu എന്ന് പറഞ്ഞ ആറ്റമായി മാറി. ഇതാണ് ഇവിടെ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ. ഈ റിഡോക്സ് റിയാക്ഷന്റെ ഫലമായി ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? The transfer of electrons produced by the redox reaction causes the flow of electric current in this cell. റിഡോക്സ് റിയാക്ഷൻ വഴി ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ ഉണ്ടായതിന്റെ ഫലമായി അവിടെ സെല്ലിൽ ഒരു ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഉണ്ടായി. ഇലക്ട്രോൺസ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അതിന്റെ ഫലമായി അവിടെ എന്തുണ്ടായി? ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായി. ആ ഇലക്ട്രോൺ ഫ്ലോയുടെ പരിണിത ഫലമായി അവിടെ ഒരു ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? ഇനി ഇവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ഒന്ന് ശ്രദ്ധിക്കൂ. എവിടെ നിന്ന് എങ്ങോട്ടാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ നടന്നിരിക്കുന്നത്. ഇലക്ട്രോൺ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, അല്ലെങ്കിൽ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക്, സിങ്കിൽ നിന്നും കോപ്പറിലേക്കാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ. എന്നാൽ കറന്റ് പ്രവഹിക്കുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസിൻ്റെ സഞ്ചാരപാതയിലായിരിക്കും, ആ ഡയറക്ഷനിലായിരിക്കും കറന്റ് ഫ്ലോ ഉണ്ടാകുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്തത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിലും കറന്റ് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും, അല്ലെങ്കിൽ കാഥോഡിൽ നിന്നും ആനോഡിലേക്കായിരിക്കും, കോപ്പറിൽ നിന്നും സിങ്കിലേക്കായി. The direction of electron flow is from anode or negative electrode to cathode, the positive electrode. The direction of current flow is from cathode or positive electrode to anode or negative electrode. ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ ഫലമായിട്ട് കറന്റ് നിർമ്മിക്കപ്പെട്ടു എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ എന്താണ് ശരിക്കും ഇലക്ട്രിക്കൽ കറന്റ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക്കൽ കറന്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് പാസസ് എ ഫിക്സഡ് പോയിന്റ് പെർ യൂണിറ്റ് ടൈം. ഒരു നിശ്ചിത സമയത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തുകൂടി പാസ് ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ ഇസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് പോസിറ്റീവ് ചാർജ് ഫ്ലോസ്. പോസിറ്റീവ് ചാർജ് പോകുന്ന അതേ ഡയറക്ഷനിലായിരിക്കും കറന്റിന്റെ പ്രവാഹം. Electrons are negatively charged and move in the opposite direction of current. ഇലക്ട്രോൺസ് എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുക? ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് കറന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും ഇലക്ട്രോണുകൾ പ്രവഹിക്കുക. നമ്മളിപ്പോൾ പഠിച്ച ഗാൽവനിക് സെല്ലിൽ ഉപയോഗിച്ചിരുന്നത് സിങ്കും കോപ്പറുമാണ്. ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കാം. സിങ്ക് ഇലക്ട്രോഡിലും കോപ്പർ ഇലക്ട്രോഡിലും എന്തൊക്കെയാണ് സംഭവിച്ചത്? സിങ്ക് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്തു, ഡൊണേറ്റ്സ് ഇലക്ട്രോൺ. കോപ്പർ അക്സെപ്റ്റ് ഇലക്ട്രോൺസ്. സിങ്കിൽ നടന്ന പ്രോസസ് ഓക്സിഡേഷൻ, കോപ്പറിൽ നടന്ന പ്രോസസ് റിഡക്ഷൻ. സിങ്ക് ആനോഡായി പ്രവർത്തിച്ചു, കോപ്പർ കാഥോഡായി പ്രവർത്തിച്ചു. സിങ്ക് നെഗറ്റീവ്ലി ചാർജ്ഡായി, കോപ്പർ പോസിറ്റീവ്ലി ചാർജ്ഡായി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക.
സിങ്കും കോപ്പറും എന്ന് കാണാതെ പഠിക്കുന്നതിനേക്കാൾ റിയാക്ടിവിറ്റി സീരീസ് നന്നായി പഠിച്ചു വെക്കുക. റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ വരുന്ന ലോഹങ്ങൾക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, അവയ്ക്കാണ് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ, ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള കഴിവ് കൂടുതൽ, ആനോഡായി പ്രവർത്തിക്കാനുള്ള കഴിവുള്ളത് എല്ലാം റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ നിൽക്കുന്ന ലോഹങ്ങൾക്കായിരിക്കും. ഇനി ഗാൽവനിക് സെല്ലിന്റെ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോയാലോ? സിൽവറും കോപ്പറും ഉപയോഗിച്ച് നമുക്കൊരു ഗാൽവനിക് സെൽ നിർമ്മിക്കാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒരു സിൽവർ വയർ വേണം, കോപ്പർ വയർ വേണം, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കണം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒരു ബീക്കറിലെടുക്കുന്നു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ മറ്റൊരു ബീക്കറിലെടുക്കുന്നു. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഒരു സിൽവർ റോഡ് അല്ലെങ്കിൽ സിൽവർ വയർ മുക്കി വയ്ക്കുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഒരു കോപ്പർ വയറും മുക്കി വയ്ക്കുന്നു. ഈ രണ്ട് സൊല്യൂഷൻസിനെയും തമ്മിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. സിൽവർ വയറിനെയും കോപ്പർ റോഡിനെയും ഒരു കോപ്പർ വയർ ഉപയോഗിച്ച് വോൾട്ട് മീറ്ററുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് പരിശോധിക്കൂ. എവിടെയാണ് കോപ്പറിന്റെയും സിൽവറിന്റെയും സ്ഥാനം? സിൽവറിനേക്കാൾ മുകളിലാണ് കോപ്പറിന്റെ സ്ഥാനം. അപ്പോൾ സ്വാഭാവികമായും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതലുള്ളത് ആർക്കായിരിക്കും? കോപ്പറിനായിരിക്കും. ഓക്സിഡേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളതും കോപ്പറിനായിരിക്കും. അതുകൊണ്ട് തന്നെ ആനോഡായി നിലനിൽക്കാൻ കഴിവുള്ളതും ആർക്കായിരിക്കും? കോപ്പറിനായിരിക്കും. അപ്പോൾ ഇവിടെ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കിവെച്ചിരിക്കുന്ന കോപ്പർ റോഡിൽ നിന്ന് കോപ്പർ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കുകയും 2 ഇലക്ട്രോണുകളെ വീതം വിട്ടുകൊടുക്കുന്നു. ആ സ്വതന്ത്രമാകുന്ന ഇലക്ട്രോണുകൾ എവിടേക്ക് പോകും? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക്, അല്ലെ? അവിടെയുള്ള സിൽവർ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും സിൽവർ ആറ്റങ്ങളായി മാറുകയും ചെയ്യും. കോപ്പർ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും, സിൽവർ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് സിൽവർ ആറ്റമായി മാറും. അപ്പോൾ ധാരാളം ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കുന്ന കോപ്പറിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ലഭിക്കുക. ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന സിൽവറിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. കോപ്പറിൽ നിന്ന് സിൽവറിലേക്കായിരിക്കില്ലേ ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുന്നത്? കോപ്പർ ആണ് ഇവിടുത്തെ ആനോഡ്, അവിടെയാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത് അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ധാരാളമായി ഉള്ളത്. അപ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് അല്ലെങ്കിൽ കോപ്പറിൽ നിന്ന് സിൽവറിലേക്ക് ആയിരിക്കും ഇവിടുത്തെ ഇലക്ട്രോൺ ഫ്ലോ. അപ്പോൾ കറന്റിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുമല്ലോ. സിൽവറിൽ നിന്ന് കോപ്പറിലേക്കായിരിക്കും കറന്റ് ഫ്ലോയുടെ ഡയറക്ഷൻ. കാഥോഡിലും ആനോഡിലും നടക്കുന്ന റിയാക്ഷൻസിന്റെ ഇക്വേഷൻസ് നോക്കുക. കാഥോഡില് Ag+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് Ag ആറ്റമായി മാറുന്നു. സിൽവറിന്റെ സിമ്പലാണ് Ag എന്ന് നമുക്കറിയാം. ആനോഡിൽ എന്താണ് നടക്കുന്നത്? കോപ്പർ ആറ്റം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Cu2+ അയോണായി മാറുന്നു. റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 2Ag+ Cu. സിൽവർ അയോൺ, 2 സിൽവർ അയോണുകൾ കോപ്പർ ആറ്റവുമായി പ്രവർത്തിക്കുന്നു. എന്തായി മാറുന്നു? 2Ag 2 സിൽവർ ആറ്റമായി മാറുന്നു. Cu എന്ന് പറയുന്ന ആറ്റം Cu2+ അയോണായും മാറുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വ്യത്യസ്ത ലോഹങ്ങൾ ഉപയോഗിച്ചിട്ട് ഗാൽവനിക് സെൽ നിർമ്മിക്കാമെന്ന്. അങ്ങനെ നിർമ്മിക്കുമ്പോൾ അവിടെ ആനോഡും കാഥോഡുമായി വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. ആദ്യത്തെ സെൽ എന്ന് പറയുന്നത് സിങ്കും കോപ്പറും ഉപയോഗിച്ചിട്ടുള്ള സെല്ലാണ്. അവിടെ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് സിങ്കിനായതുകൊണ്ട് ആനോഡായി വരുന്നത് സിങ്ക് ആയിരിക്കും. റിയാക്ടിവിറ്റി കുറവുള്ളത് കോപ്പർ ആയതുകൊണ്ട് കാഥോഡ് കോപ്പർ. ഇനി കോപ്പറും സിൽവറും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂട്ടത്തിൽ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് കോപ്പറിനായതുകൊണ്ട് ആനോഡായി വരുന്നത് കോപ്പർ ആയിരിക്കും. കാഥോഡായി ഉപയോഗിക്കേണ്ടത് സിങ്ക് ആണ്. സിങ്കും സിൽവറും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, അതുകൊണ്ട് ആനോഡായി വരുന്നത് സിങ്ക് ആയിരിക്കും. കാഥോഡായി മാറുന്നത് സിൽവർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാം എന്നാണ്. ഇതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻസും നടത്താൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോളിറ്റിക് സെൽസ് ആണ്. അതുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.